لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين عباد الله اتقوا الله പ്രിസത്തെ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, ഖാലിക്കും മാലിക്കും റാജിക്കുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ നിയമനിർദ്ദേശന വിധിവിലക്ക് ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും പാലനയാക്കിയിട്ട് തഖ്വയോടുകൂടെ അല്ലാഹുക്ക് ഭയപ്പെട്ടിട്ട് ജീവിക്കാനും ചൊന്നിട്ടും സ്വന്തത്തെ മറക്കാണ്ട് നിങ്ങളെല്ലാം ഓരോരുത്തരൊട്ടിಗೆ തഖ്വ വസിയത്താക്കരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ട് യഥാർത്ഥമായ മുസ്ലിമായി ജീവിക്കുകയും മരിക്കുന്നതായ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലതായ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചിട്ട് കാമിലായ ഈമാനോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് യാത്ര പോകുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, ഹിജ്രി 1446 മൂന്നാമത്തെ തിങ്കൾ റബീഉൽ അവ്വൽ അതിലെ രണ്ടാമത്തെ വാരത്തിലായിട്ട് ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു റബീഉൽ അവ്വൽ കടന്നു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പ്രതി ഒരു സംഭവത്തിലും ഘടനയിലും ഞങ്ങൾക്ക് പഠിക്കുക ചെമ്മയുണ്ട്, പാട ചെമ്മയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ 63ാമത്തെ വയസ്സിൽ ഹിജ്രി പോണുന്നുള്ളൂ. റബീഉൽ അവ്വൽ 12 ആയിട്ടിക്കറി ഈ ലോകത്തിൽ നിന്ന് വഫാത്തായിപ്പോണ്ട്. ആ വഫാത്തിൻ്റെ ഘടനയും ചൊല്ലുമ്പോഴത്തേക്കു മുസ്ലിമായ പ്രതിയൊർത്തകും അതൊരു ദുഃഖത്തെ ഒരു ഘടനയായിട്ടിക്കറ്. അങ്ങനത്തെ ഒരു മുസീബത്ത് മൂമിനിക്ക് വേറെ ബറുകില്ല. ഒന്നാമത്തതായിട്ട് മനസ്സിലാക്കുകയുള്ളു. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വഫാത്തിൻ്റെ സന്ദർഭത്തിൽ അതൊക്കെ കുറിയ നാൾ മുന്നോലായിട്ടും ആ വഫാത്തിൻ്റെ സന്ദർഭത്തിലും ഞങ്ങൾക്ക് കുറിയ നസിയത്തും വസിയത്തും ആക്കിയത് അതായിട്ടിക്കറ് ഞങ്ങൾ പഠിക്കുകയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തും ചൊല്ലുമ്പോഴത്തേക്കു
അത് പെട്ടെന്നുള്ള ഒരു മരണ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സൂചന മുന്നോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയത് അവിടുത്തെ സഹാബത്തുക്കും അത് മനസ്സിലായിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ എപ്പോഴും റമദാനിൽ 10 നാളിൽ ഈത്തികാഫ് ദൈക്കര്, 10 നാൾ അവസാനത്തെ 10 ഈത്തികാഫ് ദൈക്കര്. ആ വഫാത്തിന് ആ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 അല്ല 20 നാൾ ഈത്തികാഫ് ദച്ചിട്ടുണ്ടായിട്ടിക്കര് ഞാൻ കാണുകൊള്ളേ. അതൊരു സൂചനയായിട്ടിക്കര്, അതൊരു സൂചനയായിട്ടായിട്ടിക്കര് ആലിമിങ്ങ ഞങ്ങൾക്ക് ചൊന്നുതണ്ടേ. ഈ ദുനിയാവിൽ നിന്ന് പോകുള്ളതായ ടൈമായിട്ടും ചൊല്ലതായ ആ ഒരു ഓർമ്മയായിട്ടിക്കര്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ മുട്ട എല്ലാ റമദാനിലും ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അവിടെ ഖുർആന്റെ ഹിഫ്ള് നോക്കലു, ഹിഫ്ള് പരിശോധനയാക്കൽ. ഒരു ബട്ട അത്രത്തോളം ഇറങ്ങിയതായ എല്ലാ ഖുർആന്റെ ഭാഗ ഒരു ബട്ട ഹിഫ്ള് പരിശോധന. ആ വർഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ വർഷ ഒരു ബട്ട അല്ലേ 2 ബട്ട ഹിഫ്ള് പരിശോധന ജിബ്രീൽ അലൈഹിസ്സലാം നടത്തിയിട്ടുണ്ട്. അതും ഒരു സൂചനയായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിൽ നിന്നിട്ട് പോകണം ചൊല്ലുന്നത്. ഇനി വെരി ക്ലിയർ ആയിട്ടുള്ളതായ എവിഡൻസ് ആയിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ആക്കിയ ഒരേ ഒരു ഹജ്ജായിട്ടിക്കര്. അതിക്ക് പേര് ഹജ്ജത്തുൽ വദാഹ്, വിദായ ഹജ്ജ് ഉണ്ടായിട്ടിക്കര്. ആ ഹജ്ജിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു, ഇന്നി ലാ അദ്രി ലഅല്ലി ലഅൽകാകും ബഅദ ആമി ഹാദ ഫീ ആദൽ മൗഖിഫി. ഈ പക്കത്തിലും ചൊന്നെങ്കിൽ അറഫത്തിൽ ആ ഹജ്ജ് നടക്കുന്നതായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു, ഈ പക്കത്തിൽ വെച്ചിട്ട് ഊടെ വെച്ചിട്ട് എന്ന് നാനും നിങ്ങളും കണ്ടുമുട്ടുമാൻ ചൊന്നത് നക്ക് സംശയായിട്ടിക്കര് ഗൊന്തുല്ല നക്ക് എന്ന് ഞങ്ങൾ ഊടെ കണ്ടുമുട്ടുവാമാം ആയത് കൊണ്ടിട്ടു സഹാബത്തെ നിങ്ങ എന്താക്കരു ഖുദു അന്നി മനാസികക്കും ഹജ്ജിന്റെ കർമ്മത്തിലെ നണ്ടിൽ നിന്നിട്ട് പഠിച്ചു വയ്ക്കൊരു ಏನೂರ್ಕೊ ನಾನು ಹಜ್ ಹಾಕೊಂಡು ಚೊಳ್ಳದಾಯಿ ಯಾವ್ದೊರು ಗ್ಯಾರಂಟಿಯೂ ಇಲ್ಲ ನಕ್ಕು ಗೊಂತಿಲ್ಲ ನಿಂಗ ಹಜ್ಜಿರೆ ಎಂದೆಲ್ಲ ಕರ್ಮ ಉಂಡ ಆದರೆ ನಿಂಗ ಪಡಿಕೋರು ನಂದೆಲ್ತು ಫಲ ಅಲ್ಲಿ ಅಹುಜ್ಜು ಬಾದ ಆಮಿ ಹಾದ ಈ ವರ್ಷದ ಏನೂರು ಹಜ್ ನಾನು ಹಾಕೊಂಡು ಚೊಂದಿಟ್ಟು ನಕ್ಕು ಗೊಂತಿಲ್ಲ അതുകൊണ്ട് നിങ്ങൾ പഠിക്കും. ഇതൊരു സൂചന ആയിട്ടിക്കറ്, ക്ലിയർ സൂചന ആയിട്ടിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിൽ നിന്നിട്ട് വഫാത്തായി പോണ്ടു എത്രയും വേഗം ചൊന്നിട്ടു. ಏನು സൂറത്തുൻ നസ്ർ إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഈ സൂറത്ത് ഇറങ്ങിയതായ സന്ദർഭത്തിൽ പ്രഗത്ഭന്മാരായ സഹാബത്തുക്ക് സൂചന കിട്ടിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിൽ നിന്ന് പോണ്ടുണ്ട്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നപ്പോ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, അല്ലാഹുവിന്റെ ദീനിക്ക് ഗുംപായിട്ട് ഗ്രൂപ്പായിട്ട് ഷമ്മ ആൾമാർ ദീനിക്ക് കടന്നു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായെങ്കിൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു, നബിയെ അല്ലാഹുവിനെ സ്തുതിക്കൂ, തസ്ബീഹ് ആക്കൂ, വസ്തഗ്ഫിറു അല്ലാഹുവിനെ കൊള്ള നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തൂ. ഇന്നഹു കാന തവ്വാബ, അവನು തൗബ സ്വീകരിക്കുന്നവനായിട്ടിക്കറാ. ഈ ആയത്ത് വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലത്തെ പ്രഗത്ഭന്മാരായ സഹാബത്ത് ഉൾപ്പെട്ടാറുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിൽ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ ഒരു സന്ദർഭം ഈ ആയത്തിൽ നിങ്ങൾ എന്തായിട്ട് മനസ്സിലാക്കിയെന്ന് ചെന്നപ്പോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊടുത്തെ ജീവിതം മതിയാക്കിയിട്ട് അല്ലാഹുവിനെ മുട്ട പോണ്ടതായ സൂചന കിട്ടിയതായ ഒരു സൂറത്തായിട്ട് ചെന്നിട്ടു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു. അപ്പോൾ ചെമ്മേ സൂചന അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ആ ഒരു വഫാത്തിന്റെ വിഷയത്തിൽ കിട്ടും. ഇനി മുആദ് റളിയല്ലാഹു അൻഹു യമനിക്ക് ഗവർണറായിട്ട് കടത്തിയതായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ടു, യാ മുആദ്, മുആദേ ഇനി വാപ്പാസ് ഈ വർഷത്തിൽ പിന്നെ നാനും നീനും കണ്ടുമുട്ടുവാൻ ചൊല്ലിയ ഏതൊരു ഗ്യാരണ്ടിയുമില്ല.
ഏതൊരു ഗ്യാരണ്ടിയുമില്ല. ഇനി ഒരു സമയം നീ യമന്ന് തിരിച്ച് മദീനത്ത് വന്നിട്ടെങ്കിൽ ഈ പള്ളിയുടെ അർഗിൽ നീ നടന്നു പോകുമ്പോഴത്തേക്കു നന്റെ കബുറെ മുട്ടത്തിലായിട്ടിക്കും നീ നടന്നു പോകേണ്ടി ചെന്നിട്ടു മുആദ് റളിയല്ലാഹു അൻഹുവിനൊട്ടിಗೆ വിദായത്തെ ഒരു പലക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ആ വിദായത്തെ ഒരു സൂചനയായിട്ടിരിക്കുന്ന ഞങ്ങൾ തൻ്റെ. ഇനി ഇമാം ബുഖാരി റിപ്പോർട്ട് ആക്കുന്നതായ ഹദീസിൽ കണ്ട് അന്നല്ലാഹ ഖയ്യറൽ അബ്ദു ബൈന ദുനിയ വ ബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയ്ക്ക് ദുനിയാവിനെയും ആഖിറത്തിനെയും വിഷയത്തിൽ സിലക്ഷൻ ആക്കുക ചൂസ് ആക്കുക ചെന്നപ്പോൾ അല്ലാഹുവിന്റെ മുട്ട എന്തുണ്ട് അത് സിലക്ട് ആക്കിയിട്ടുണ്ട്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആലിമീങ്ങൾ ചൊല്ലേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ വിഷയായിട്ട് ഇതിൽ ചൊല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഖിറത്തിൽ സിലക്ട് ആക്കിയിട്ടുണ്ട്. ഇതായിട്ട് കൊറിയ സൂചന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ആ ഒരു വഫാത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് കിട്ടുകൊള്ളിയത്. ഇനി ഹിജ്റ പൂണുന്നു സഫർ തിങ്കൾ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിരെ മയ്യത്ത് ദഫനാക്കിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഔത്തുകു പണ്ട് ആ ഔത്തുകു പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തലനൊമ്പലായിട്ട് ഔത്തുകു പണ്ടതായ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു വാ റഅസ ഓ നന്റെ തലമേന്റ് ചെമ്മെ തലക്കുത്തുലു ആയിഷ റളിയല്ലാഹു അൻഹവും ആ ഔത്തുലു ചെമ്മെ തലക്കുത്തുലു പെടച്ചോണ്ടിക്കറ് വാ റഹ്സ ഓ നന്റെ തലമേൻ ചൊന്നിട്ട് ഉൾപ്പെട്ടതായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു വൽ അന യാ ആയിഷ വാ റഹ്സ നന്റെയും കണ്ടാപട്ടെ നന്റെ തലയും കുത്തിയൊണ്ടുണ്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ ചൊല്ലു ഈ തലക്കുത്തിൽ എവിടെയെങ്കിലും നീന് മരണപ്പെട്ടിട്ടായെങ്കിൽ ഈ സീക്കിൽ നീന് മരണപ്പെട്ടിട്ടായെങ്കിൽ നിന്റെ കുളിപ്പാറ്റതും നിന്റെ കഫൻ നടത്തി നിന്റെ നിസ്കരിക്കുന്നതും നിന്റെ മയ്യത്തുക്ക് നാനായിട്ട് ആയിഷ നീ പേടിക്കണ്ടാന്ന് ചെന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സമാധാനാക്കട ആയിഷ റളിയല്ലാഹു അൻഹരെ. അതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ വഫാത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായ സീക്കിരെ തുടക്ക സഫർ തിങ്ങൾ അവസാനത്തിലായിട്ടിരിക്കുന്നത്. അങ്ങനെ മൈമൂന റളിയല്ലാഹു അൻഹ ഔത്തിലിക്കുമ്പൊത്തുകൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ എല്ലാ പെഞ്ഞായിമാരെ മുട്ടവും ഒരു ടേൺ ആയിട്ടായിട്ട് ആ ഒരു ന്യായത്തെ പാലനയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കുടുംബ ജീവിതം ചൊല്ലത്. അങ്ങനെ മൈമൂന റളിയല്ലാഹു അൻഹ ഔത്തുരെ ആ ഒരു ടേൺ വന്നപ്പോൾ അവിടെ താമസിക്കുന്നതായ ആ ഒരു നാല് വന്നപ്പോൾ അപ്പായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സീക്ക് ജോറാവിടെ ಯಾರೇ ജോറായപ്പോൾ എല്ലാ പെഞ്ഞായിമാരെ പെർമിഷൻ എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹരെ ഔത്തുലു താമസിക്കുക ശുരുവാക്കറ് ಎಲ್ಲರ പെർമിഷൻ എടുത്തിട്ട് ഞാൻ ചൊന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പ്രതി ഒരു ഘട്ടനയിലും ഞങ്ങൾക്ക് പഠിക്കുകൊണ്ട് സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന തീരാണ്ടായിട്ട് ഒരു ഭാര്യരെ ഒരു പെഞ്ഞായിരെ ഔത്തുലു താമസിക്കൊണ്ടെങ്കിൽ ബാക്കി പെഞ്ഞായിമാരെ പെർമിഷൻ എടുത്തിട്ട് എവിടുത്തോളം ന്യായപാലനെ ഉണ്ട്. ഞങ്ങൾ ഏത് വിഷയത്തിലെല്ലാം ഞങ്ങൾ ന്യായപാലന ആക്കിക്കൊണ്ടുള്ളൂ. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതി ഒരു സന്ദർഭത്തിലും അങ്ങനത്തെ ആ കഠിന ഘട്ടത്തിൽ സമയത്ത് ന്യായപാലനെ അതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പഠിപ്പാട്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കാണുകയായിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബണ്ടതായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെമ്മെ നൊമ്പലത്തിലിരിക്കണ് ചെമ്മെ പനി വന്നുകൊണ്ടിരിക്കണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ മുട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലു ചെമ്മെ നൊമ്പലല്ലേ ജോറ് പനി വന്നുണ്ടല്ലേ ചെമ്മെ നിങ്ങൾക്ക് വേദന ആയതുകൊണ്ടല്ലേ നൊമ്പലായതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ചെമ്മെ പനി വന്നുണ്ടല്ലേ ചൊന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലു ഇന്നമാ യൂഹഖു കമാ റജുലാനി മിൻകും നിങ്ങൾക്ക് ജണ്ടാലുക പണ്ടതായ പനി നക്ക് ഒർത്തകിപ്പ് വന്നുകൊണ്ടു അത്രയും ജോറ് നക്ക് പനി വന്നിട്ട് ನಾನು കഷ്ടത്തിലുള്ള സീക്കിലായിട്ടിരിക്കുന്നത് ನಾನು ചൊന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നപ്പോൾ ആ സഹാബത്ത് കേൾക്കുന്ന ഒരു ചോദ്യം നോക്കുന്നു നബിയെ നിങ്ങൾക്ക് ജണ്ടാല പ്രതിഫല അല്ലേ ಪ್ರತಿ ಒಂದು ವಿಷಯದಲ್ಲೂ ಆ ಸಹಾಬತ್ತು ಆ ಕಾಂಡದ ಪ್ರತಿ ಒಂದು ವಿಷಯത്തെ ಕಾಂಡ അങ്ങനെ ഇട്ടിക്കറ് ആഖിറത്തിൽ നമുക്ക് എന്തിനെ കിട്ടും ഞങ്ങൾ പ്രതിയൊന്നിലും നോക്കറേ ദുനിയാവിലും ഞങ്ങൾക്ക് എന്തിനെ ലാഭം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജണ്ടാല് പനി പണ്ട് ചൊല്ലുമ്പോഴത്തേക്കു അപ്പോൾ നിങ്ങൾക്ക് ജണ്ടാലുകളുടേതായ പ്രതിഫലമല്ലേ നിങ്ങൾക്ക് കിട്ടുന്ന നാളുണ്ട് നോക്കൂ. അവിടെയും ഞങ്ങൾ പഠിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ ചൊല്ലേ മാമിൻ മുസ്ലിമിൻ യുസീബുഹാ അദൻ സൗകതൻ ഫമാ ഫൗഖഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ സയ്യിആതിഹി.
ഒരു മുസ്ലിമുകു എന്ത് മുസീബത്ത് വന്നിട്ടായെങ്കിൽ എവിടത്തോളം ചെന്നെങ്കിൽ ഒരു ചെറിയ മുള്ളു തരച്ചിട്ടായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലേ അതുക്ക് അവൻ്റെ പാപത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമിച്ചിട്ട് മാപ്പാക്കി കൊടുക്കുന്നുണ്ട്. അത്രത്തോളം അവനക്ക് ഇതുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ പല നമ്മത്തെ നമ്മൾ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു നിരീക്ഷ വേണം സഹോദരന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്റെ ദോഷത്തെ മാഫാക്കി തരുക. ಇದಕ್ಕೆ ನಕ್ಕ ಅಜಿರ ಸವಾಬುಂಡು. ನಾನು ഇതിൽ സബൂർ എടുക്കണം ചൊന്നിട്ടു ಪ್ರತಿಯೊಂದು ಈವನ್ ചെറിയ ചെറിയ മൈന്യൂട്ട് കഷ്ടായ സമയത്തെ ഞങ്ങൾ അവിടെ സബൂർ എടുക്കണതായതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പടിപ്പാട്ടി തൻ്റെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്ദർഭത്തിൽ സീക്കിയാരായിട്ട് വഫാത്തിന് അടുത്ത് നാലുങ്ങ വരുമ്പോഴത്തേക്കു കുറേ നസീഹത്ത് ഞങ്ങൾക്ക് തണ്ട്, കുറേ വസീയത്തും തണ്ട്. അതിലൊന്നായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലെ ഇന്ന മൻ കാന ഖബ്ലകും കാനു യത്തഖിദൂന ഖുബൂറ അംബിയാഹിം വസ്വാലിഹിം മസാജിദ അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ ഇന്നി അൻഹാകും ദാലിക. തീർച്ചയായിട്ടും മുന്നോളത്തെ നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖൗം യഹൂദിമാർ നസ്രാനിമാർ ഇങ്ങല്ല അമ്പിയാക്കന്മാരെ സ്വാലിഹിമാരെ ഖബറിനെ ആരാധന സ്ഥലമാക്കിയിട്ട് മസാജിദ അതെ ആരാധന സ്ഥലമാക്കിയിട്ട് അങ്ങ് ആക്കിയാറ്. നിങ്ങൾ മാത്രം ആക്കുക തീരല്ല, ഞാനിതിനെ വിരോധിக்கிறேன். നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയതായ ഒരു പ്രമുഖമായ ഒരു നസിയത്തായിട്ട് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിപ്പാട്ടിയിട്ടില്ല ഈ വിഷയത്തിൽ. ലഅനത്തുല്ലാഹിൽ യഹൂദ വന്നസാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ശഫിച്ചിറ ലഹനത്തിട്ര ആരെ യഹൂദി വന്നസാർ യഹൂദിമാരെയും നസ്രാനിമാരെയും അവൻ ലഹനത്തിട്ര. എന്തിക്ക് പേരായിട്ട് ഇത്തഖറു ഖുബൂറ അംബിയാഹിം മസാജിദ. അങ്ങ് അംബിയ മുർസലിമാരെ ലാട്ടുപൊട്ട ആൾമാരല്ലേ, അംബിയ മുർസലിമാരെ ഖബറ് അങ്ങ് ആരാധനാ സ്ഥലമാക്കിയാറ് ആയതുകൊണ്ടിട്ടു യഹൂദി നസ്രാനിമാരും അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅനത്തിട്ര ശപിച്ചിറ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഹീദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനൊട്ടിಗೆ ദുആ റക്കറി. എന്നിട്ട് അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദ. നന്റെ ഖബറ് ഞാൻ എവിടെ മരണപ്പെട്ടിട്ട് കിടക്കരമ ആ ഖബറ് അല്ലാഹുവേ നീനൊരു ഉത്സവ പറമ്പ് അല്ലണ്ടെങ്കിൽ ഒരു ഈദ് ഒരു എന്ത് ഒരു സെലിബ്രേഷൻ പക്ക ആക്കി മാറ്റുക തീരല്ല റബ്ബേ ചൊന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനൊട്ടിಗೆ ദുആ റക്കറി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ലാ തജ്അൽ ഖബ്രി വസന യുഅബദ്. അല്ലാഹുവേ നീന് നന്റെ ഖബറ് ആരാധന ആക്കുന്ന ഒരു മൂർത്തി പോലെ ആക്കുക തീരല്ല റബ്ബേ. ആരാധിക്കുന്നതായ ഒരു മൂർത്തി പോലെ ഇന്ന് ഞങ്ങൾക്ക് കാണുക സാധ്യല്ലേ. ഹൈവേരെ സൈഡിലും ഉൾഗവും എല്ലാ മോത്തിലും പ്രതിയൊരു പല്ലിലെ മുട്ടവും ഖബർസ്ഥാനത്തെ ഖബറിനെ ആരാധിക്കുന്നതായ ഞങ്ങളെക്കവും മുസ്ലിമീങ്ങ വേറെ ആരുമല്ല. മൂർത്തി പൂജ എങ്ങനെ ആക്കുറാനാ വേറൊരു കൗമുരക അതേപോലെ ഞങ്ങളെ കൗമുരക ഖബറിനെ ആരാധിക്കുന്നത് ഞങ്ങൾ കണ്ട് ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു കൊണ്ട് ഒന്നായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ വഫാത്തിലെ സന്ദർഭത്തിൽ ആ കഷ്ടത്തിൽ ഇക്കുമ്പൊത്തുകു ഞങ്ങൾക്ക് തന്നതായ വസിയത്തായിട്ട് നിങ്ങൾ ഖബർ ആരാധന ആക്കരെ അങ്ങനത്തെ ആൽമറാവുക തീരലാണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅനത്തുണ്ട് നിങ്ങൾക്ക് ചൊന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ശ്വാസം മേലും കീഴും പോകുമ്പോൾ കഷ്ടത്തിലായിട്ട് ശ്വാസം എടുത്തോണ്ട് ആ എടുക്കുന്നതായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളൊട്ടിಗೆ വസിയത്താക്കിയത് അസ്വലാ നിസ്കാരത്തെ വിഷയത്തിൽ. ഉമ്മത്തെ നിസ്കാരത്തെ വിഷയത്തിൽ നിങ്ങൾ അതിനെ ചെറിയ വിഷയമായിട്ട് കാണണ്ട, അതിന്റെ വിഷയത്തിൽ സീരിയസ് എടുക്കൊരു നിസ്കാര ടൈമുകു ജമാഅത്തായിട്ട് അതിന്റെ ഫർള് ഷർത്ത് ഒത്ത നിലക്ക് നല്ല ഇതോട് കൂടെ ഖുശൂവോട് കൂടെ നിങ്ങൾ അല്ലാഹു ആരാധന ആക്കണം. നിസ്കാരത്തെ ഒരു ബഗെ ബുട്ടറണ്ടാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊട്ടിಗೆ ചൊല്ലെ വമാ മലക്കത്ത് ഐമാനുക്കും. അതേപോലെ നിങ്ങളെ കീഴിലുള്ളതായ ദാസദാസിമാരെ വിഷയത്തിലും നിങ്ങൾ ചെമ്മ സീരിയസ് എടുക്കണുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരണത്തെ ആ സന്ദർഭത്തിൽ
ചെമ്മ കഷ്ടത്തിലുള്ള സന്ദർഭത്തിൽ സീക്ര സന്ദർഭത്തിൽ നോക്കൊരു എത്ര ഒരു ദൂരദൃഷ്ടിയുള്ള അള്ളാഹുരെ വിഷയത്തിൽ അള്ളാഹുമായിട്ടുള്ള നിങ്ങളുടെ സംഭാഷണ അള്ളാഹുരെ ആരാധന അള്ളാഹുക്കുള്ളതായ ഞങ്ങളെ എന്ത് ജവാബ്ദാരി ഉണ്ട് നിസ്കാര അതിനെ ഒട്ടിಗೆ നിങ്ങളെ ഒട്ടിಗೆ ഉള്ളതായ ആ ദാസദാസിമാരും ചൊല്ലുമ്പോഴത്തേക്കു മനുഷ്യന്മാരെ ഒട്ടിಗೆ ഉള്ളതായ ഞങ്ങളെ എന്തെല്ലാം ഹക്ക് ഇടപാടുണ്ടോ അതിലും ഞങ്ങൾ ന്യായ പാലനയാക്കണം അതിലും അള്ളാഹുരെ പേടിക്കണം ചൊന്നിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് ഞങ്ങൾ ആ വസിയത്തിനെ പൂർത്തിയാക്കണം. അബ്ബ മരിക്കുമ്പോഴത്തേക്കും ഉമ്മ മരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും വസിയത്താക്കിയിട്ട് ഇന്നേണ്ടെങ്കിൽ എത്ര ഞങ്ങൾക്ക് സീരിയസ് എടുക്കരുത്. നൻ്റെ അബ്ബ മരിക്കുമ്പോഴത്തേക്കും തന്നെ വസിയത്തായിട്ട് ഇതിനെ പൂർത്തിയാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമു ഞങ്ങൾക്കുള്ള ബന്ധം ഞങ്ങളെ സ്വന്തത്തെക്കാണ് യാരെ പിരിസവിക്കണായത് ഒരു ശഖ്സിയത്തെ ഒരു വ്യക്തിത്വമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ പിരിസബിക്കുന്ന പേരിൽ ഇണ്ട് നടക്കുന്നതായ ആചാര വിചാര അത് വേറെയായിട്ട് അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്തിനെ പൂർത്തിയാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ വേണം. അതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഞങ്ങൾ പിരിസബിക്കുകയും ചൊന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ പിരിസബിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്തും ആ ഒരു നസിയത്തും എന്തിനുണ്ട് അതിന് ജീവിതത്തിൽ പാലനയാക്കുന്ന നല്ല ആൾമാരെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും പെടുത്തുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله اتقوا الله. പരിശുദ്ധ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശന ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും പാലനയാക്കിയിട്ട് തഖ്വയോട് കൂടെ അല്ലാഹുക്ക് ഭയപ്പെട്ടിട്ട് ജീവിക്കാനും ചെന്നിട്ട് സ്വന്തത്തൊട്ടികയും നിങ്ങളെല്ലാം ഓരോരുത്തരൊട്ടിಗೆ തഖ്വ വസിയത്താക്കരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, ചൊന്നുവന്ന വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ വഫാത്തുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ പഠിക്കണായതായ കുറേ വിഷയമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ വസിയത്ത്, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് തന്നതായ ആ ഒരു നസിയത്ത് ഉപദേശ എന്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരണ സന്ദർഭത്തിൽ ചൊല്ലു, തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ. തറക്തു ഫീകും അംറൈൻ, നാ പോയിണ്ടുള്ളേ മാത്രമാ നിങ്ങളെ മുട്ട നാന് ജണ്ട് ബിസേ ബുട്ടു പോണ്ടേ, ജണ്ട് ബിസേ നിങ്ങളെ മുട്ട ബുട്ടു പോണ്ടേ. ലൻ തദില്ലു, നിങ്ങൾ ഒർക്കും തെരു തപ്പി പോലെ നിങ്ങൾ ഹിദായത്തിൽ ഇക്കുവാറ്, നിങ്ങൾ നേർമാർഗത്തിൽ സിറാത്തെ മുസ്തഖീമിൽ ഇക്കുവാറ് എത്രത്തോളം ചൊന്നെങ്കിൽ മാ തമസ്സക്തും ബിഹിമാ, ആ ജണ്ടിരെ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒർക്കും തെരു തപ്പി പോലെ എന്തായിട്ടിക്കുന്നത് കിതാബല്ലാഹി വസുന്നതി, അല്ലാഹുരെ കലാമായ ഖുർആൻ, അല്ലാഹുരെ കിതാബ്, അതും നന്റെ സുന്നത്ത്, നന്റെ ചര്യ, നന്റെ ജീവിത ഞാനങ്ങനെ നടന്ന് കാട്ടിലെ അതുപോലെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഖുർആനെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, സുന്നത്തിനെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒർക്കും തെരുതെപ്പ് പോലാണ്ട്. ഇന്ന് മുസ്ലിം സമുദായ ಬೇರೆ ಬೇರೆ ഫിർഖത്തായിട്ട് ಬೇರೆ ಬೇರೆ ഗ്രൂപ്പായിട്ട് പോകുള്ള കാരണം എന്ത്, ഇത് ജണ്ടിനെ വിട്ടിട്ട് ಬೇರೆಂದ್ರಮ್ಮ പിടിച്ചത് കാരണമാണ്. ഇത് ജണ്ടിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഒന്ന് ഒരേ ഫ്ലാഗ് അണ്ടർലായിട്ട് ഞങ്ങളെല്ലാവരും ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ಬೇರೆ ಬೇರೆ ಕಲರ್ ಫ್ಲಾಗ್, ಬೇರೆ ಬೇರೆ ಸಂಘಟನೆ, ಬೇರೆ ಬೇರೆ ಪಲ್ಲಿ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത്, ഞങ്ങൾ ഒർക്കും തെരു തപ്പി പോലെ ഒരേ തെരുളിക്കോ എല്ലാവരും എപ്പോൾ ഖുർആനും സുന്നത്തും. എൻ്റെ ഖുർആൻ പഠിക്കുക ആളില്ല, ಬೇರೆ ಬೇರೆ ಯೋಜನೆ, ಬೇರೆ ಬೇರೆ ಸಂಘಟನೆ ಕೊಡ್ಮಂಡು ಮಾತ್ರಮ പഠിക്കുക ആളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ വിശേഷിച്ചൊന്നുണ്ടെങ്കിൽ അത് പല ആൾമാരായിട്ടിരിക്കുക, അത് അണ്ടത്തത് ഇണ്ട് സൂട്ട് ആവില്ല. കുറെ ആൾമാർ ഉണ്ട് ഖുർആൻ മാത്രമായി ചൊല്ലുക, ಬೇರೆ 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 ഗ്രൂപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്ന് നന്റെ സുന്നത്ത്, അല്ലാഹുവിന്റെ കിതാബ് ഖുർആൻ, ഇത് ജണ്ടിനെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒർക്കും തെരു തപ്പി പോലെ ഇത് വസിയത്തായിട്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് തന്നെ താക്കീതായിട്ടിരിക്കുക. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജോർ ഉഷാറില്ലാണ്ടാകുമ്പോൾ പള്ളിക്ക് പോകും സാധ്യാവാത്ത സന്ദർഭത്തിൽ
ಅಬೂಬಕ್ಕರ್ ಸಿದ್ದೀಕ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಒಟ್ಟಿಗೆ ಇಮಾಮತ್ತು ನಿಕ್ಕೋಗಿ ಚೊಲ್ಡು, ಇಮಾಮಾಯಿ ನಿಕ್ಕೋ. ಆಯಿಷಾ ರಲಿಯಲ್ಲಾಹು ಅನ್ಹಾ ಆ ಸಂದರ್ಭದಲ್ಲಿ ಚೊಲ್ಡು, ನಂಡೆ ಅಬ್ಬಗೆ ಇಮಾಮ ನಿಕ್ಕೋಗು ಸಾಧ್ಯ ಇಲ್ಲ ಎಂದೇ ಚೊಂದ ഖുർആന്റെ ആയത്ത് ഓതുമ്പൊത്തുകു അബ്ബക്ക് ബുൾപൂ ബണ്ട് നിസ്കാര പൂർത്തിയാക്കുക സാധ്യമില്ല. അങ്ങനത്തെ ഒരു സക്സിയത്തായിട്ടിക്കറ് ആയതുകൊണ്ടു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിൽക്കുക സാധ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിട്ടിക്കറ് നന്റെ ആബ്സെൻറ്റിൽ ഉടുത്ത ഇമാമും ചൊന്നിട്ടു. അങ്ങനെ പൂനെയിൽ വക്ത് നിസ്കാര അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഇമാമായി. ഇതിൽ നിന്ന് മനസ്സിലാക്കണം എന്താ വെച്ചെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഖിലാഫത്തുകുള്ളതായ അവകാശ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലതായ ഒരു സൂചനയായിട്ടിക്കറ്. അങ്ങനെ ആ തിങ്കളാസ എപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി റബീഉൽ അവ്വൽ 12 തിങ്കളാസക്ക് മുന്നോത്തെ ബേലാസരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിക്ക് പോകും മനസ്സാവും. അങ്ങനെ തലക്കല്ല തന്നെയല്ല ബീത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുവാനായിട്ട് റെഡിയായപ്പോൾ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോകു സാധ്യമായിട്ടില്ല. ബോധക്കേട് പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായിട്ട് ഇമാമായി നിസ്കരിക്കര് ഒരു മഗ്രിബ് നിസ്കാരത്തുകായിട്ടിക്കര്. ആ മഗ്രിബ് നിസ്കാരത്തുക്ക് നിസ്കരിച്ചിരേം ചൊന്നിട്ടു അതിലെ റിപ്പോർട്ടാക്കരുത് ഒരു പെണ്ണിങ്ങ സഹാബിയായിട്ടിക്കര്. വൽ മുർസലാത്തി ഉറുഫാൻ ചൊല്ലതായ ആ നീളമായ ഒരു സൂറത്തായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മഗ്രിബിൽ സമയത്ത് ഓതിര്. മഗ്രിബ് നിസ്കാരത്തുക്ക് ഞങ്ങളെ ബിയാരെന്താ ചൊന്നെങ്കിൽ ചെറിയ ചെറിയ സൂറത്തേ ഓതുന്നുണ്ട്. അങ്ങനെ എന്തും ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഇമാമായി നിന്നിട്ട് മഗ്രിബ് നിസ്കാരമായിട്ടിക്കര്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്കളാസ 2 സുബൈ നിസ്കാരത്തുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ട ഇന്നതായ ആ ഒരു എന്തിരെ ഒരു 7 ദിർഹം അതിലെ ദാനാക്കരും ಅದಕ್ಕೆ മുന്നോട്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ട ഇന്നതായ എന്തിരെ ഇതുണ്ടാ എന്തിരെ ആയുധ അതിലെ മുസ്ലിമീങ്ങൾക്ക് ഹസ്താന്തരാക്കണം. അങ്ങനെ തിങ്കളാസ 2 റബീഉൽ അവ്വൽ 12 തിങ്കളാസ 2 സുബൈ നിസ്കാര ജമാഅത്തായിട്ട് നടക്കുന്നതായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കർട്ടൻ എടുത്തിട്ട് തെല്ല് ഓരയാക്കിയിട്ട് അവിടെ നോക്കുമ്പോഴത്തേക്ക് തൻ്റെ സഹാബത്ത് അണിയായിട്ട് നിസ്കാരത്തേക്ക് നിன்றாரு. നോക്കിയിട്ട് ഒരു ചിരി ബന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷത്തേക്ക് മുന്നോട്ട് ചെറിയ ചെറിയ വിഷയത്തേക്ക് വലിയ വലിയ ഫൈറ്റ് ആക്കിക്കൊണ്ടിരുന്നതായ ഈ ഒരു ജനത്തെ ഉണ്ട് എത്ര ചന്തത്തിൽ സഹോദരന്മാരെ പോലെ എത്ര അണിയായിട്ട് നിസ്കാരത്തേക്ക് നിன்றതായ ആ ഒരു നോട്ട കാണുമ്പോഴത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷമായിട്ട് ചിരി ബന്ത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിചാരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തേക്ക് ബണ്ണി ചെന്നിട്ട് പെറവ് പോയിട്ട് മാത്രമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കർട്ടൻ ഇട്ടിട്ട് നിസ്കാരത്തേക്ക് വന്നിട്ടില്ലേ. അതിൽ പിന്നെ ഞങ്ങൾക്ക് കാണണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ അന്ത്യ നിമിഷങ്ങളായിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് ചൊന്തു കുറേ വിഷയ ചൊന്തു ഗുട്ടായിട്ട്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഫസ്റ്റിക്ക് ബുൾപുട്ടു. അതിൽ പിന്നെ ചിരിച്ചിത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കറ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒട്ടിಗೆ നിങ്ങൾ എന്തിക്ക് ഫസ്റ്റിക്ക് ബിൾപുട്ടേ അതിൽ പിന്നെ ചിരിച്ചെന്തിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്നൊട്ടിಗೆ ചൊന്തു ഈ ഒരു സീക്കിൽ ഞാൻ വഫാത്തായി പോണ്ടേ ഫാത്തിമ എന്നിട്ട് ചൊന്തു നീനായിട്ടിക്കണ തൻ്റെ മുട്ട പണ്ടത് പിന്നെ ഫസ്റ്റിക്ക് പണ്ടത് നീനായിട്ടിക്കണ തൻ്റെ മുട്ടാണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൽ പിന്നെ 6 തിങ്കൾ മാത്രമായിട്ടിക്കണ ജീവിച്ചത്. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നെ മുട്ട ചൊന്തു നാളെ സ്വർഗത്തിലെ പെണ്ണിങ്ങുള്ളതായ നേതാവ് നീനായിട്ടിക്കണ ഫാത്തിമ ചൊന്നു. അപ്പം എന്നൊക്കെ ചിരി ബന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ പിന്നെ ഹസൻ ഹുസൈൻ്റെ വിളിക്കും എല്ലാ പെഞ്ഞായിമാരെ വിളിച്ചിട്ട് അങ്ങക്ക് പേനായതായ ലാസ്റ്റ് ഉപദേശം കൊടുക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലപ്പോൾ ഖൈബറിൽ നക്ക ആ യഹൂദി പെണ്ണിങ്ങ തന്നതായ ബെസ ഉണ്ടല്ലേ അതിന് നൊമ്പല ഞാൻ അനുഭവിച്ചുകൊണ്ടുള്ള ആയിഷ ചൊന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ചൊല്ലതായിട്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ 12 ദുഹാ സമയമായപ്പോൾ ഹിജ്റ പോണുന്നായിട്ട് തിങ്കളാസ 2 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലതായ കലിമത്തു തൗഹീദ് ചൊല്ലതിരെ ഒട്ടിಗೆ ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടിಗೆ ചൊന്തു ഇന്നലിൽ മൗതി സക്കറാത്ത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബായിൽ നിന്ന് പണ്ടത് ഇന്നലിൽ മൗതി സക്കറാത്ത്, തീർച്ചയായിട്ടും മൗത്തുക്കും മരണത്തിനും വല്ലാത്ത വേദന ഉണ്ട് ചൊന്നിട്ട്
ഈ ലോകത്തിൽ വെച്ചിട്ട് അത്യുത്തമമായ ഒരു മനുഷ്യൻ എന്നിട്ടായെങ്കിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തെ സന്ദർഭത്തിൽ ചൊല്ല് ഇന്നലിൽ മൗതി സകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദന ഉണ്ട്. അങ്ങനെ ഉണ്ടായെങ്കിൽ നാനും നിങ്ങളും സാധാരണ ആൾമാർ ഞങ്ങളെ മൗത്തുക്ക് എത്ര വേദന ഇക്കും ചൊന്നിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. ഏത് സന്ദർഭത്തിലും മരണം വരും, ഏത് സന്ദർഭത്തിലും മരണം വരും. ആ മരണത്തെ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ മരണ വേദനയിൽ നിന്നിട്ട് കാത്ത് സലാമത്താക്കട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്നിട്ട് യാത്രയാവും. മദീന ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ വന്നപ്പോൾ തിളങ്ങിയതായ ആ മദീന, സന്തോഷിച്ച ആ മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ മരണ വാർത്തയിൽ ബുൾപുട്ട് പോണ്ടു. മദീനമേ ദുഃഖ സാഗരത്തിലാവുടു. മാത്രമാ ഇണ്ട് ഞങ്ങളെ മുസ്ലിം സമുദായത്തിൽ പെട്ട ആൾമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതായ വഫാത്തായതായ ആ റബിയുൽ 12 ആഘോഷ ആക്കി മാറ്റിയാറ്. അതിലൊരു വലിയൊരു ആഘോഷവും ആചരണീയാക്കിയിട്ട് എന്തെല്ലാം ആക്കിയുള്ള ഞങ്ങൾ ഗൊന്തുണ്ടു. എങ്ങനെ സന്തോലിക്കുക സാധ്യമുണ്ട്, എങ്ങനെ സന്തോല ബറകു സാധ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ചര്യ പഠിക്കാത്ത സബുളു, സുന്നത്ത് പഠിക്കാത്ത സബുളു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചൊന്ന അതിനെ മനസ്സിലാക്കാത്ത സബുകളായിട്ട് ഞങ്ങളെ കൗമുക ഈ ആലത്ത് വന്നറി. അങ്ങനെയുള്ള ബിദ്അത്തിൽ നിന്നിട്ട്, അങ്ങനെയുള്ള ആചരണം നിന്നിട്ട് ഞങ്ങൾ കാത്തോളണം. ഇല്ലാണ്ടെങ്കിൽ ഞങ്ങളെ ആഖിറ നഷ്ടപ്പെട്ടു പോകും. സഹാബത്തിൻ്റെ പ്രതിക്രിയ പലതും ഉണ്ട്, അതിൽ ചൊല്ലുക ഇപ്പോൾ ടൈമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ വഫാത്തിൽ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഖലീഫയായിട്ട് അവിടെ തിരഞ്ഞെടുക്കരുത്. എന്നിട്ട് അബ്ബാസ് റളിയല്ലാഹുവിനും അലി റളിയല്ലാഹുവിനും അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ 2 മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കുലിപ്പാട്ടാറ്. കുലിപ്പാട്ടിട്ട് കഫനാക്കിയിട്ട് 3 തുണിയിലായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ കഫനാക്കറ്. എന്നിട്ട് അബൂ തൽഹ റളിയല്ലാഹുവിനായിട്ടിക്കറ് കബറെടുക്കറ്. അത് ലഹാദായിട്ടിക്കറ്. ലഹദിൻ ചെന്നിട്ട് സൈഡുള്ളതായ ആ ഒരു ഇതുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ആ വഫാത്തിൽ ഞങ്ങൾക്ക് ചെമ്മ പഠിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നതായ നസിയത്തും വസിയത്തും പൂർത്തീകരിച്ചിട്ട് നടക്കുന്നതായ നല്ല ആൾമാരെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ പെടുത്തുമാറാക്കട്ടെ. 1-2 വിഷയം ചൊല്ലുകൊള്ളത്. ഞങ്ങളെ മദ്രസത്തെ കളക്ഷനുണ്ട്, ചെമ്മ സ്റ്റാഫുണ്ട്, ചെമ്മ മക്കളുണ്ട്. 10-200 മേൽ മക്ക പഠിക്കുന്നതായ ഒരു മദ്രസ ആയിട്ടിക്കറ്. കമ്മിറ്റി ചെമ്മ കഷ്ടത്തിലായിട്ടിക്കറ്. അതിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള എല്ലാ വാർത്തകളും നിങ്ങൾ കേൾക്കുന്നതായിട്ടിക്കറ്. ഈ വിഷയം നിങ്ങൾ നല്ല നിലക്ക് സഹകരിക്കണം ചെന്നിട്ട് കേട്ടോളെ. നാഫിയായ ഇൽമ പഠിക്കുന്നതായ ഒന്നായിട്ടിക്കറ്, ജാരിയായ സദക്കായിട്ടിക്കറ് മദ്രസത്ത് കൊടുക്കരുത്. എപ്പോഴും കിട്ടുന്നതായ ഒന്നായിട്ടിക്കറ്. ജണ്ട് ഞങ്ങളെ ഇപ്പുറത്തെ മോത്തിലും പള്ളിയുടെ പെരത്തെ മോത്തിലും ഞങ്ങൾ പള്ളി ബാനായിട്ട് ഇവിടെ ബാനായിട്ട് പക്ക എടുത്തറ. അതിൽ 50% പൈസ മാത്രം കൊടുത്തതായിട്ടിക്കറ്. ഇനി 50% ബാക്കിയുണ്ട്. സ്ക്വയർ ഫീറ്റിക്ക് 800, സെൻസിക്ക് 3 लाख ചില്ലറ ബണ്ട്. നിങ്ങളെ മുട്ട ഇന്നിട്ടെങ്കിൽ നിങ്ങളും തരണം. എന്നിട്ട് നിങ്ങൾക്ക് തെരിഞ്ഞ ആൾമാരെ മുട്ട ചൊന്നിട്ടു ഇതൊക്കെ പേന്മായത് പണ്ട് സ്വരൂപിക്കുക നിങ്ങൾ സഹായിക്കണം ചൊന്നിട്ട് കേട്ടോണ്ട്. അതേപോലെ ഇണ്ട് മഗ്‌രിബ് നിസ്കാരത്തിൽ പിന്നെ കൃഷ്ണാഫുല സൊസൈറ്റിയുടെ മുട്ടത്തിൽ അഹമ്മദ് അനസ് മൗലവിയും മുസ്തഫ ദാരിമിരെ ധാർമ്മിക പ്രവചന കാര്യക്രമമുണ്ട്. ആ കാര്യക്രമത്തിലും നിങ്ങൾ എല്ലാവരും എത്തണം ചൊന്നിട്ട് കേട്ടോണ്ട്. അതേപോലെ വഖഫ് അമെൻമെൻറ്റ് ബില്ലിലെ ಅದಕ್ಕೆ ಬೇನಾയിട്ട് ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ആക്കിക്കൊണ്ടുള്ള അതേപോലെ ഇമെയിൽ കടത്തിക്കൊണ്ടുള്ള ഇണ്ട് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടിക്കറ്. അപ്പോൾ ആരെല്ലാം കടത്തിയിട്ടില്ല അങ്ങ് എല്ലാവരും ഇണ്ട് അതിലെ കടത്തോളം ചൊന്നിട്ട് കേട്ടോളേ. ಅದಕ್ಕೆ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ പുറത്ത് നിങ്ങളെ പ്രവർത്തകന്മാരുള്ള നിസ്കാരം കഴിഞ്ഞിട്ടായിരുന്നു അങ്ങനെ മുട്ട കേട്ടിട്ടായെങ്കിൽ അങ്ങ് ഹെൽപ്പ് ആക്കിടാറ്. നിങ്ങളെ മൊബൈലിൽ എങ്ങനെ കടത്തോളം ചൊന്നിട്ടു ഈ അമെൻമെൻറ്റ് ബിൽ പാസ്സാക്കോ തീരല്ല ചൊന്നിട്ട് ഞങ്ങളൊരു അപ്പീലായിട്ടിക്ക്. അതേപോലെ ചെമ്മ ആൾമാർക്ക് വേണമായിട്ട് ദ്വാരക്കൊക്കെ വസിയത്താക്കിറാറ്. ഇപ്പോൾ ജുമാഅത്തിക്ക് വന്നപ്പോഴും അല്ലാത്തപ്പോഴും ചെമ്മ ആൾമാർ സൗഖ്യമില്ലാത്ത രോഗ കൊണ്ടിട്ട് കഷ്ടപ്പെട്ടതായ ആൾമാർ ഹോസ്പിറ്റലിലുള്ളങ്ങ ഔത്തിലുള്ളങ്ങ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഔത്തുക്ക് വന്നങ്ങ ചെമ്മ ആൾമാർ ഞങ്ങളെ പ്രവർത്തകന്മാരിക്കുവാർ സഹോദരിമാരുള്ളവർ കഷ്ടപ്പെട്ടുള്ളവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെല്ലാ രോഗത്തെ എത്രയും വേഗം ശിഫയാക്കി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മാരകമായ രോഗത്തിലെടുത്തിട്ടു ഞങ്ങളെയും അങ്ങനെയും കാത്ത് സലാമത്താകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ നിന്ന് വന്നതായ ചെറിയതും വലുതുമായ എല്ലാ തപ്പുരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് മാഫാക്കി തരട്ടെ. അതേപോലെ
ഈമാനോട് കൂടെ മരിച്ചതായി എല്ലാ മോമിനിങ്ങൾക്കും മോമിനാത്തുമാർക്കും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്തിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെയും മകളെയും ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ ഓർമ്മിച്ചു കൊട്ടെ. അതേപോലെ മുസ്ലിമീങ്ങ ദുനിയാവിൽ ಬೇರೆ ಬೇರೆ ഭാഗത്തിൽ കഷ്ടപ്പെട്ടുള്ളവർ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ എല്ലാ ഫിത്നയെ തൊട്ടും കാത്ത് സലാമത്താക്കട്ടെ. അതേപോലെ ഞങ്ങളെ രായത്തിലും ദീനിക്ക് വേനായിട്ട് സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് ജയിലിലും അതേപോലെ കേസിലും എല്ലാം കുടുങ്ങിയതായ ചെമ്മ ആൾമാരുള്ളവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആ കുടുക്കിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടുത്തട്ടെ. അങ്ങനെ ആ പ്രവർത്തനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. എന്നും ദീനിക്ക് വേനായിട്ട് അങ്ങ് പ്രവർത്തിക്കുള്ളതായ ആ ഒരു അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും കൊടുക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب سميع الدعاء يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين يا رب العالمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربيانا صغيرا. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم.